ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അപ്പോൾ ഞാനും ഇവിടെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇന്നുണ്ടല്ലോ കുറച്ച് വിശേഷങ്ങളായിട്ട് വന്നത്. കുറച്ച് വിശേഷങ്ങൾ വെച്ചാൽ രാത്രിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു രാത്രി ഒരു 7 മണി 7:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇത് കുറേ ദിവസം മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ ആയിട്ടോ. പെട്ടെന്ന് എടുത്ത വീഡിയോ ഒന്നുമല്ല. കുറച്ച് ദിവസം മുന്നേ ഇടണോ വേണ്ടിയോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചൊരു വീഡിയോ. കാരണം ഇതിൽ നടന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ദിവസമായി. ആ ടൈമിൽ എനിക്ക് എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയവും അപ്പോൾ എനിക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് വേഗം പഠിക്കാനിരിക്കണം. അപ്പോൾ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഒരു വൈകുന്നേരം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് അലിങ്ങിനൊന്നും ഞാൻ വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല കേട്ടോ. കവറോടെ പുറത്തെടുത്ത് വെച്ചതാണ്. അപ്പോൾ പകുതി എനിക്ക് മാറ്റി വെക്കണം, പകുതി ഇപ്പം കറിക്കായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് മാറ്റി എടുക്കുന്നുണ്ട്, ബാക്കി ഫ്രിഡ്ജിലേക്ക് തന്നെ കയറ്റി വെക്കുന്നുണ്ട്. ഒരു 7 മണി ആയിനേളും കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് മൊത്തത്തിലേ പണിയായിരിക്കും എനിക്ക്. ഇത് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനിപ്പോൾ എന്തായാലും നാസ്തക്ക് കറി മാത്രമേ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. എന്തെങ്കിലും പൊറോട്ടയോ എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. കാരണം രണ്ടിനും കൂടിയാണ് നിന്നിട്ട് കുട്ടികളെയൊക്കെ ഉറക്കാനൊക്കെ നിൽക്കുമ്പോൾക്ക് കുറേ ടൈമാവും. പിന്നെ അപ്പോൾ എനിക്ക് പൊലിച്ചവരെ പഠിക്കേണ്ടി വരും. കാരണം അപ്പോൾ ഒരുപാട് ലേറ്റ് ആവും. എനിക്ക് എന്തായാലും രാവിലെ 8:30 മണിയാകുമ്പോൾക്ക്, 8:30 എന്നൊന്നുമില്ല, ഇവിടുത്തെ ഒരു 8 മണിയാകുമ്പോൾക്ക് എക്സാമിന് ഇരിക്കണം. അപ്പോൾ പിന്നെയും പൊലിച്ചവരെ പഠിക്കാനിരുന്നിട്ട് എക്സാമിന് ഇരിക്കുമ്പം ഭയങ്കര ഇടങ്ങാറായിരിക്കും. അത് നമുക്ക് ഉറക്കമൊന്നുമില്ല. എനിക്ക് ഒന്നാമത് മൈഗ്രെയിന് പ്രശ്നം ഉണ്ടാവുകൊണ്ട് തന്നെ ഉറക്കം തീരെ ഒഴിവാക്കാറ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എത്രയും പെട്ടെന്ന് നാസ്ത ഉണ്ടാക്കി കഴിച്ചിട്ട് പഠിക്കാനിരുന്നിട്ട് വേഗം തന്നെ കിടന്ന് ഉറങ്ങണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ തായ്ക്കാനൊരു പൊറോട്ട കൊണ്ടുവരാൻ പറഞ്ഞിനി. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബീഫ് കറി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ബീഫ് കറി എന്നൊന്നും പറയാൻ പറ്റില്ല, കറിയായിട്ടും കൂട്ടാൻ നമുക്ക്. അതേസമയം നമുക്കൊരു ബീഫ് മസാലയൊക്കെ പോലെ കൂട്ടായിട്ടാ. ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് ഈ ഒരു റെസിപ്പി. ഇതിന് മുന്നേ ഞാൻ എൻ്റെ ഷോർട്സിൽ കാണിച്ചതാണ്. പക്ഷേ ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. നമുക്ക് ആവശ്യത്തിന് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കുക. എന്നിട്ടൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ടല്ലോ, ഇതുപോലെ കുറച്ച് പീസുകളാക്കിയിട്ട് അപ്പാട് ഈ മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. അതേസമയം ഞങ്ങൾക്ക് ജ്യൂസ് അടിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ നല്ലപോലെ അരച്ചിട്ടാണ് എടുക്കുന്നത്. ഈ ഒരു റെസിപ്പി എനിക്ക് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ നല്ല റീച്ച് ഉണ്ടാക്കിയൊരു വീഡിയോ ആയിട്ടാണ്. ഞാൻ കുഞ്ഞിപ്പ പറഞ്ഞൊരു റെസിപ്പിയാണെന്നും പറഞ്ഞിട്ട് ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഫുൾ റെസിപ്പിയൊക്കെ ഇടാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് എൻ്റെ ഫുൾ റെസിപ്പി ഞാൻ ഇട്ടിനില്ലെങ്കിലും എന്നാലും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഞാൻ 1 മിനിറ്റിൽ ചെയ്തിട്ടിനി. അപ്പോൾ ആർക്കെങ്കിലും കറക്റ്റായിട്ടുള്ള റെസിപ്പി വേണമെങ്കിൽ അത് പോയിട്ട് നോക്കിയാൽ മതി. ഇത് ഞാൻ ഫുള്ളായിട്ടൊന്നും ഇട്ടിനില്ല, എന്നാലും ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇങ്ങനെ ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടിയും ഗരം മസാലപ്പൊടി ലാസ്റ്റ് ഇട്ടാലും സാരമില്ല, കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. എല്ലാ മസാലപ്പൊടികളും ഇതിൽ തന്നെ ചേർത്താലും പ്രശ്നമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ബീഫ് എടുത്തിട്ട് അതിലേക്ക് പകുതി നല്ലപോലെ കുഴച്ചിട്ട് നല്ലപോലെ ചേർത്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അരമണിക്കൂറൊന്നുമില്ല, ഞാൻ അപ്പം തന്നെ എടുത്തിട്ടിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലപോലെ മസാല പിടിച്ച് കിട്ടും. ഇനിയിപ്പോൾ ഒരു കുക്കർ എടുത്തിട്ട് ആ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ബീഫ് അടക്കം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് നമുക്കിത് ബീഫ് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടുന്നവരെ ഗ്യാസിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 8 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്തിന്. അപ്പോൾ ഇങ്ങളത്തുള്ള ബീഫ് എത്രത്തോളം വേവുണ്ട് അതിനനുസരിച്ചിട്ട് വെക്കട്ടെ. ഇപ്പം ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ഗരം മസാല തീർന്നു പോയിനും. അപ്പോൾ പിന്നെ അമ്മ കുറേ ദിവസമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഞാൻ എന്തിനെങ്കിലും വേണമെങ്കിലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇന്നെന്തായാലും നമുക്കിത് പൊടിച്ചെടുക്കുക തന്നെ വേണം. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതേ പാന് തന്നെ വെച്ചിട്ട് അതിലേക്കാട്ടെ നമ്മളിപ്പോൾ ബീഫ് കറി ഒന്ന് വരളിച്ചെടുക്കുന്നത്. അതിന് ഇപ്പോൾ ഇത് ബീഫ് വരളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് വേണേനും. പക്ഷേ എനിക്ക് എന്ത് കളിച്ചിട്ടും കിട്ടുന്നില്ല കേട്ടോ. ഞാൻ ഒരുപാട് സമയം നോക്കി, എന്താണെന്നറിയില്ല. സാധാരണ തേങ്ങ ചിരണ്ടാൻ നിൽക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് അപ്പാട് ഇളകിങ്ങ് പോരുന്നതാണ്. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, എത്ര മുറിച്ചിട്ടും തേങ്ങാക്കൊത്ത് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടിട്ട് കുറച്ച് മാത്രം കിട്ടീനി. കഷ്ടപ്പെട്ട് കിട്ടിയെന്ന് ഞാനും പാച്ചവും അറിയെല്ലാം കൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ പീസ് തിന്നിട്ട് അതിൽ നിന്നും കുറഞ്ഞു പോയിനും. അപ്പോൾ ഞാൻ ഫസ്റ്റ് കുറച്ച് ചെറിയുള്ളി എടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടുന്നവരെ വെക്കുന്നുണ്ട് കേട്ടോ. ചെറിയുള്ളി ഒന്നല്ല, സാധാ വലിയ ഉള്ളി കേട്ടോ. അതിൻ്റെ ചെറിയൊരു ഉള്ളി എടുത്തിട്ട് ഞാൻ കഷ്ണമാക്കിയത്. അവിടെ ചെറിയുള്ളി അങ്ങനെ കിട്ടാൻ വൈകില്ല. അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ ആ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്ത് കുറച്ചേ ഉള്ളൂ, തേങ്ങാക്കൊത്ത് കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റായിട്ടാ. പിന്നെ എൻ്റെ അടുത്ത് ഉള്ള കറിവേപ്പിലെല്ലാം തീർന്നതിനും അപ്പോൾ ഉണങ്ങിയതിനും കേട്ടോ. അപ്പോൾ ഉള്ള കറിവേപ്പില
കുക്കറിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ല പോലെ വേവിച്ച് വെച്ച ആ ബീഫും കൂടി അങ്ങോട്ട് ഇട്ടെടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഗ്രേവി പോലെ വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് മാത്രം വെള്ളം ചേർത്തിന്. എന്നിട്ട് നല്ല പോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കട്ടെ. ഇത്രയും നമ്മൾ ബീഫ് കറീൻ്റെ പരിപാടി. ഇതിലേക്ക് ഞാൻ ലാസ്റ്റായിട്ടാണ് ഗരം മസാല ചേർത്തത്. അത് പറയാൻ മറന്നുപോയി. ഫസ്റ്റ് ഞാൻ ചേർത്തിനില്ലെങ്കിലും ലാസ്റ്റ് പൊടിച്ചിട്ട് ബാക്കി അങ്ങനെ അന്നേരം കുറച്ച് ചേർത്തിനാട്ടാ. ബാക്കി ഞാൻ അങ്ങ് എടുത്ത് വെച്ച് ഗരം മസാല കുറച്ച് കൂടുതലായിട്ട് ഉണ്ടേനും. ഞാൻ നോക്കുമ്പം ബീഫ് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാനുണ്ടേനും. അപ്പോൾ ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടിയും അത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടാകും. പെട്ടെന്നാണ് ബീഫ് കറി ആട്ടെ. ഇത് ബീഫ് കറി എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്കൊരു ഇത് ഡ്രൈ ആക്കി എടുത്താൽ നമുക്ക് ബീഫ് മസാലയൊക്കെ പോയിട്ട് കഴിക്കാം. അതേസമയം ഇതിൽ കുറച്ച് ഗ്രേവി പോലെയാക്കി നമുക്കിത് കറി പോലെ കഴിക്കാം. ഞാൻ അധികം ടൈറ്റ് ആക്കിയില്ല, കുറച്ച് ഗ്രേവി പോലെ ആക്കിയത്. കാരണം നമുക്ക് പൊറാട്ടൊക്കെ കഴിക്കാനുള്ളതാണല്ലോ. അപ്പോൾ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ട് അവിടെ വെച്ചിരുന്നു ഞാൻ. എന്നിട്ട് തായ്ക്ക് വരാൻ കുറച്ച് ലേറ്റ് ആയിന്. ഏകദേശം ഒരു 10 മണിയെല്ലാം ആയിന് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് 10 മണി ആയില്ല, ഉണ്ടാവില്ല, ഒരു 9:30 മണിയൊക്കെ ആയിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ പൊറാട്ടയും ബീഫ് കറി, നല്ല അടിപൊളി ബീഫ് കറി കേട്ടോ. ഈ കറി കഴിക്കുമ്പോണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തേങ്ങാക്കൊത്തെല്ലാം കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ടാ. ഈ തേങ്ങാക്കൊത്തും ആ ചെറിയ ഉള്ളി ഇട്ടിട്ട് വരലേക്കാണ്ട് നിൽക്കറി അടിപൊളി ടേസ്റ്റ് ആയിട്ടാ. ഇതിൻ്റെ മെയിൻ അതുപോലെ തന്നെ മടിയന്മാർക്കുള്ള ഏറ്റവും വലിയ ഈസി ആയിട്ടുള്ളൊരു ബീഫ് കറി കേട്ടോ ഇത്. ഇങ്ങനെ ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് എപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാലോ എന്ന് ചിന്തിക്കും, അത്രക്കും ടേസ്റ്റാണ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തായ്ക്ക് ഷോപ്പിലേക്ക് പോയി. ഇനി എൻ്റെ മെയിൻ വലിയ ടാസ്ക് എന്ന് വെച്ചാൽ എനിക്ക് ഇവലെ പിടിച്ചിട്ട് ഉറക്കണം കേട്ടോ. നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇവർ പറയും ഉറങ്ങണം എൻ്റെ ബേക്ക് തന്നെ നടക്കും. എന്നാലുണ്ടല്ലോ നമ്മൾ പിടിച്ച് കിടത്തിയാലോ ഉറങ്ങൂല. അത് വലിയൊരു പ്രശ്നം കേട്ടോ. അപ്പോൾ ഒരാനെ പിടിച്ച് കിടത്തി ഉറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ പണികൾ തുടങ്ങുന്നുണ്ട് ഇവിടുന്ന്. ആദ്യത്തെ പണിയെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ച പാത്രങ്ങളിലുണ്ടല്ലോ അതെല്ലാം കഴുകി വെക്കണം. അപ്പം കുറേ അങ്ങ് സിങ്കിൽ എടുത്ത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയും കൂടിയും എടുത്ത് കഴുകി വെക്കണം. പിന്നെ ബാക്കിയുള്ള ബീഫ് എടുത്തിട്ട് ഫ്രിഡ്ജിലൊന്നും കയറ്റി വെക്കുന്നില്ല, പുറത്തിട്ട് നല്ലപോലെ അടച്ച് വെക്കണം കേട്ടോ. കാരണം രാവിലത്തേക്ക് എന്തായാലും തീരും. അപ്പോൾ പിന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, എന്തായാലും പോകുന്നില്ല. അപ്പോൾ മൊത്തമായിട്ട് കിച്ചണെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്തെല്ലാം എൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ചാലുണ്ടല്ലോ, പഠിച്ചവനെ ഇനി എപ്പോൾ ഞാൻ പഠിച്ച് തീരും, ഞാൻ പഠിച്ച് തീരാം. കാരണം അതുവരെ പഠിക്കൂല, എന്നിട്ട് ലാസ്റ്റ് ഘട്ടത്തിൽ എക്സാമിൻ്റെ തലേ ദിവസം കുത്തിറിഞ്ഞ് പഠിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ പിന്നെ ഇനി എപ്പോൾ പഠിച്ച് തീരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിതൊക്കെ കഴുകി വെക്കുന്നത്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ക്ലീനാക്കിയിട്ട് കിച്ചണ് പൂട്ടിയിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോൾ കിച്ചണിലേക്ക് പോകേണ്ട പരിപാടികളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി എന്താ വെള്ളം കുടിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തന്നെ കൊണ്ടാക്കും. എന്നിട്ട് ഞാൻ കുറച്ച് നേരം പുറത്ത് പോയിട്ട് ഇരുന്നേട്ടാ. നേരെ പഠിക്കാൻ പോകുന്നില്ല, കുറച്ച് നേരം പുറത്ത് പോയിട്ട് ഇരുന്നിട്ട് ഇരിക്കുമൊന്നുമില്ല, കുറച്ച് നേരം പുറത്തെല്ലാം നോക്കി നിന്ന് എന്നാ പുറത്തത്തെ അവസ്ഥ എന്നെല്ലാം നോക്കിയിട്ട് നേരെ പഠിക്കാൻ പോവും. ഇനിയിപ്പോൾ ഈ ഒരു ഇരുത്തത്തിൽ നിന്ന് എണീക്കണമെങ്കിലുണ്ടല്ലോ ഒരു സമയമാവണം. അനക്കെന്നെ മനസ്സ് തോന്നണം പ്രശ്നമില്ല പഠിച്ചിരുന്ന ഒരു മനസ്സ് തോന്നൽ വന്നാൽ മാത്രമേ എനിക്ക് എണീക്കാൻ തോന്നും. അല്ലെങ്കിൽ എനിക്ക് പഠിച്ചിനില്ല എന്നുള്ള തോന്നൽ രാവിലെ വരെ ഉണ്ടെങ്കിൽ ആ രാവിലെ വരെ ഞാൻ ഇരിക്കും. അക്കാര്യത്തിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. പറഞ്ഞ പോലെ തന്നെ അന്ന് ഞാൻ പുലച്ചവരെ ഇരുന്നിട്ടാ. അതിൻ്റെ ഇടക്കാല ആശ്വാസം എന്ന് പറഞ്ഞ പോലെ ഞാനൊരു ഫ്ലേവർഡ് യോഗട്ടും കൂടി കഴിച്ചിനേനും. പിന്നെ എന്നോട് കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നോട് പഠിച്ച ആൾക്കാരെന്നെ ആയിരിക്കും ചിലപ്പോൾ കമൻറ്റിലൊക്കെ അവിടെ ഇവിടെയായിട്ട് വന്നിട്ട് ചോദിക്കുന്നത് എനിക്ക് എവിടുന്നാ ഈ നേരം. ഇങ്ങനെയൊക്കെ തന്നെയാണ് നേരം ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്